എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 1 മുതൽ 3 വരെ. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാന് യേശുക്രിസ്തുവിലൂടെ ലഭിച്ച വെളിപ്പാടിൻ്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. എഴുത്തുകാരൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അദ്ദേഹം പത്മോസ് ദ്വീപിൽ ആയിരുന്നു എന്നും രേഖപ്പെടുത്തുന്നു. ഗവൺമെൻറ് നാടുകടത്തിയ ഒരു കുറ്റവാളി. മറ്റ് വെളിപ്പാട് സാഹിത്യകാരന്മാരെ പോലെ ഇല്ലാത്ത പേരുകളൊന്നും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. 2-3 അധ്യായങ്ങളിലെ വിവരണമനുസരിച്ച് ആസ്യ പ്രവശ്യ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതായത് ഇപ്പോഴത്തെ ടർക്കി എന്ന പ്രദേശമാണ്. ഒരു പ്രവാചകൻ എങ്ങനെയോ അതുപോലെയാണ് അദ്ദേഹത്തെ സഭകൾ അറിഞ്ഞിരുന്നത്. യവനായ തർജ്ജമ കൂടാതെ തന്നെ എബ്രായ വേദപുസ്തകം അദ്ദേഹത്തിന് തികച്ചും പരിചിതമായിരുന്നു. എല്ലാ പ്രവാചകന്മാരെയും പോലെ അന്നത്തെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവും യോഹന്നാനുണ്ടായിരുന്നു. ഈ യോഹന്നാൻ സുവിശേഷത്തിൻ്റെയും ലേഖനങ്ങളുടെയും എഴുത്തുകാരനായ യോഹന്നാൻ ആയിരുന്നുവോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ വേദപഠിതാക്കളുടെ ചില സംശയങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ലോകത്തിന് വെളിപ്പെടുത്തുന്ന സ്വർഗീയ ദർശനം, അതിന് യോഹന്നാനെ ഉപയോഗിക്കുന്നു ദൈവം. യേശു മശീഹായുടെ വെളിപ്പാടെന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ഇത് പുസ്തകത്തിൻ്റെ ഒരു ശീർഷകം ഇതുതന്നെയാണ് എന്ന് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, അല്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശു മശീഹായുടെ വെളിപ്പാട്, അങ്ങനെ പല പേരുകളുണ്ട്. തുടർന്ന് വരുന്ന എല്ലാറ്റിൻ്റെയും വ്യാഖ്യാനം നമ്മൾ യേശുവിനെക്കുറിച്ചും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോക്കാലിപ്സ് എന്ന വാക്കിന് ആധുനിക മതേതര ഭാഷയിൽ പറയുന്ന അത്യാഹിതം, നാശം, ലോകാവസാനം എന്നൊന്നുമല്ല അർത്ഥം. മറ നീക്കൽ, മൂടിമാറ്റൽ, വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ്. യേശുക്രിസ്തു ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച് ഒരു ദൂതൻ മൂലം യോഹന്നാനെ അറിയിച്ച വെളിപ്പാട് വേഗം സംഭവിപ്പാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 28 നിന്നെടുത്തതാണ് ഈ ഒരു പ്രയോഗം. യോഹന്നാന്റെ പുസ്തകത്തിൽ മൊത്തമായി ഇതിൻ്റെ ഉള്ളടക്കം കാണാം. പീഡനം, യുദ്ധം, ക്ഷാമം, ബാബിലോണിൻ്റെ പതനം, അവസാനമായി പുതിയ യെരുശലേമിൻ്റെ ആഗമനം, ഇവയെക്കുറിച്ചെല്ലാം ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും വെളിച്ചത്തിലാണ് കാണപ്പെടുന്നത്. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണ്. ലോകചരിത്രത്തിൻ്റെ ഒരു രൂപരേഖ യോഹന്നാൻ നൽകുന്നില്ല. മൃഗീയ ശക്തികളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ അനുഗാമികൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അതും
യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നാണ്. യേശുവും നിലനിന്നതും നിലവിൽ വരുന്നതുമായ ദുഷ്ടശക്തികളും തമ്മിലുള്ള സംഘട്ടനവും സംഘർഷവും യേശു ഉയർത്തുന്ന പ്രതിരോധവുമൊക്കെ ഇതിൽ നമുക്ക് കാണാം. ദൈവം വന്ന് ന്യായം വിധിക്കുകയും രക്ഷിക്കുകയും ചെയ്ത് തൻ്റെ അന്തിമ ലക്ഷ്യം നിവർത്തിക്കുന്നതിനുള്ള സമയം സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ ഇവയിലൂടെ എല്ലാം വ്യക്തമാക്കുന്നു. വിശ്വാസി സമൂഹം അടിയന്തരമായി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ യോഹന്നാൻ പ്രതിപാദിക്കുന്നു. അവർ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെടാതിരിക്കാൻ ഇത് തങ്ങളുടെ ആത്മീയ ഉത്തേജനമായി ഉപയോഗിച്ചിരുന്നു. അതായിരുന്നു ഈ രചനയുടെ ഉദ്ദേശവും. സമയം സമീപസ്ഥം. നിരാശരും അശക്തരും പീഡിതരുമായ ജനങ്ങൾക്ക് പ്രത്യാശയുടെ സന്ദേശമാണ് അടിയിൽ കിടക്കുന്നത്. പ്രവചനത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാൻ കൂടി വരുന്നതിനാൽ അവർ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവന് കൊടുത്തു. ആരാണ് ദാസന്മാർ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പിന്നീട് വരുന്ന ഭാഗത്ത് നമുക്ക് കാണാം. യോഹന്നാനെ കുറിച്ച് പറയുന്നതും തൻ്റെ ദാസൻ എന്നാണ്. ദൈവത്തിൻ്റെ വചനം അത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ഈ രണ്ട് കാര്യങ്ങൾ യോഹന്നാൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നല്ല നാളെ നിങ്ങൾക്കുണ്ട്. ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത് എന്ന ആഹ്വാനം തുടങ്ങിയ ലക്ഷ്യം ഇതിലുണ്ട്. കണ്ടതൊക്കെയും സാക്ഷീകരിക്കുന്നു. അപ്പോൾ ലോക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ കഷ്ടതയും പീഡനവും നിലവിളിയും ദൈവം തമ്പുരാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അങ്ങനെ മോശയെ എഴുന്നേൽപ്പിക്കുന്നു. എവിടെയെല്ലാം ജനം ഇതുപോലെ കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ കടന്നു പോകുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇനിയും ഇടപെടും എന്ന വാഗ്ദത്തവും ഇതിൽ നമുക്ക് കാണാം. പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ദൈവജനമാണ്. കാരണം ഇല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നവരെല്ലാം ദൈവജനമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു എന്നാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ജനതയെ അവരുടെ പീഡനം കണ്ട് അവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും ശക്തിയും പകരാൻ മറനീക്കി പുറത്തു വന്ന ദൈവത്തിൻ്റെ വെളിപ്പാടാണ് യോഹന്നാനിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കഷ്ടതകൾ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തീർത്തും മനസ്സിലാക്കാൻ ഈ ഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുനീരും കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും ഒക്കെ കാണുന്ന ഒരു ദൈവം. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും അതിനുള്ള ബലവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്, അശക്തരാണ്. കർത്താവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. കഷ്ടതയുടെ നടുവിൽ ആദിമസഭ തകർന്നു പോകാതിരിപ്പാൻ യോഹന്നാനിലൂടെ നൽകിയ ദർശനം പോലെ കാലികമായി ഇന്നും കഷ്ടപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, പീഡനം അനുഭവിക്കുന്നവർക്ക് അവിടുത്തെ ദർശനം നൽകുന്നതിനായും സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ കാക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും
വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.